നാലറകളുള്ള ഭാഷയില്ലാത്ത ഹൃദയം. ഹൃദയത്തിന് ഭാഷ ഇല്ല പെണ്ണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരറയിൽ പോലും നീയില്ല. മേൽവിലാസമില്ല, മൊബൈൽ ഫോണില്ല, കവിത എഴുതാൻ പെന്നും കടലാസുമില്ല. ശ്രീജിത്ത് വാവയ്ക്ക് എല്ലാം കോഴിക്കോട് നഗരമാണ്. തെരുവിലെ സന്തോഷവും സങ്കടവും അനിശ്ചിതത്വവുമെല്ലാം ഏറ്റുവാങ്ങുന്നു ഈ കവി. എൻ്റെ 4 മുറിക്കുള്ളിലായി കഴിഞ്ഞാൽ ഞാൻ ആരും അറിയപ്പെടാതെ അങ്ങ് മരിച്ചു പോകും. അഥവാ മരിച്ചാലും ആളുകൾ കാണണം, ഞാൻ എന്നൊരാളിനെ കാണണം. ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തെരുവിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ഈ പൊടിയും ഈ കാറ്റും ഈ മഴയും കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ്റെ 3 മക്കളിൽ ഒരാളാണ്. തിരുവനന്തപുരം കരമനയിൽ വീടുണ്ട്. തെരുവ് ജീവിതം സ്വയം തിരഞ്ഞെടുത്തതാണ്. അതിന് പറ്റിയ ഇടം കോഴിക്കോടാണെന്നും തീരുമാനിച്ചു. അതായത് സാധാരണക്കാരോട്ട് ഏത് തലത്തിലെടുത്താലും ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഇവിടെ കോഴിക്കോടുണ്ട്. മാത്രമല്ല എൻ്റെ ചില കൂട്ടുകാർ അവിടെ ഒരു പോയിൻ്റാണ്. അത് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. ഇതുവഴി കടന്നു പോകുന്ന എൻ്റെ കൂട്ടുകാർ ഞാനിവിടെ ഉണ്ടെന്നറിയാം, അവരിവിടെ വരും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്തും രാത്രിയിൽ ബീച്ച് ആശുപത്രിക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പിലും ശ്രീജിത്ത് വാവയുണ്ടാകും. കിടക്കുന്ന ഗസ്റ്റ് ഹൗസ് ആണെന്ന് പറയും. അവിടെ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഉണ്ടാകും. ഇത് ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കുന്ന വാക്കാണ്. ഇത് തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഇവിടുന്ന് അഥവാ മാറിയാലും ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ട് പോകും, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടേ പോകും. ഞാനുകൾ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങി. വാവായിസം എന്ന പേരിൽ മറ്റൊന്ന് ഉടൻ പ്രസിദ്ധീകരിക്കും. 4 അറകളുള്ള ഭാഷയില്ലാത്ത ഹൃദയം. ഹൃദയത്തിന് ഭാഷ ഇല്ല പെണ്ണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരറയിൽ പോലും നീ ഇല്ല. എൻ്റെ തലച്ചോറിൻ്റെ ഇടവഴികളിൽ എവിടെയാണ് നിന്നെക്കുറിച്ച് ഓർമ്മകൾ കുടുങ്ങിക്കിടക്കുന്നത്. എൻ്റെ തലച്ചോറിൻ്റെ ഇടവഴികളിൽ എവിടെയാണ് നിന്നെക്കുറിച്ച് ഓർമ്മകൾ കുടുങ്ങിക്കിടക്കുന്നത്. കോഴിക്കോട് ഇന്ന് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തെരുവോരത്ത് സ്വയം ഒരു കവിതയായി ശ്രീജിത്ത് വാവയുമുണ്ടാകും. ജോം ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.